2024 ഓഗസ്റ്റ് 22 സുപ്രഭാതം ദിനപത്രത്തിൽ മുസ്തഫ വാക്കാലൂർ എഴുതിയ ലേഖനം. പശ്ചിമേഷ്യ സയനിസ്റ്റ് ലക്ഷ്യം മഹായുദ്ധമോ? കഴിഞ്ഞ 10 മാസമായി യുദ്ധം എന്ന പേരിൽ ഫലസ്തീനികളെ വംശീയോന്മൂലനം നടപ്പാക്കുകയാണ് ഗസയിൽ ഇസ്രയേൽ ചെയ്യുന്നത്. സമാധാന ഉടമ്പടി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് മറുപക്ഷത്തിന്റെ മുഖ്യ രക്ഷാധികാരിയും സമാധാന ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുമായ ഇസ്മായിൽ ഹനിയയെ ഇസ്രയേൽ വധിക്കുന്നത്. ഹമാസ് നേതാക്കൾ കൊല്ലപ്പെടുന്നതുകൊണ്ട് തൽസ്ഥിതിക്കോ ചർച്ചകൾക്കോ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊള്ളണം എന്നില്ലായിരുന്നു. എന്നാൽ ഹനിയയെ കൊന്ന രീതി ഏറെ വഞ്ചനാപരവും ഒരു മഹായുദ്ധം നടക്കട്ടെ എന്ന ദുരുദ്ദേശത്തോടെയുമാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ അവരുടെ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് വന്ന അതിഥിയെ ഇറാന്റെ പഴുതടച്ച സുരക്ഷാ വലയത്തിൽ നുഴഞ്ഞുകയറി വധിച്ചു എന്നത് ഏറെ പ്രകോപനപരമാണ്. ഒരുപക്ഷെ ആധുനിക ഇറാന്റെ ചരിത്രത്തിൽ അത്തരമൊരു സാഹചര്യം മുമ്പുണ്ടായിട്ടുണ്ടാവില്ല. ഈ അപമാനം അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ആയതിനാൽ പ്രതിക്രിയയ്ക്ക് പരമോന്നത നേതാവ് അലി ഖാംനഈ അംഗീകാരം നൽകിയിരിക്കുന്നു. ഈ തീരുമാനത്തിൽ നിന്ന് അവരെ പിറകോട്ട് വലിക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധർ കരുതുന്നുമില്ല. എന്നാൽ യുദ്ധം ഏത് രീതിയിൽ ഉണ്ടാകുമെന്ന് ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 1 ഇറാന്റെ ഡമാസ്കസിലുള്ള എംബസി സമുച്ചയത്തിൽ ഇസ്രയേൽ നടത്തിയ ബോംബിങ്ങിൽ റവല്യൂഷണറി ഗാർഡിന്റെ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റാസ സാഹിദി അടക്കം 16 പേർ കൊല്ലപ്പെട്ടിരുന്നു. രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെട്ട സംഭവത്തിന്റെ പ്രതികരണമായി മുഖം രക്ഷിക്കൽ നടപടി എന്നോണം 300 ഡ്രോണുകളും മിസൈലുകളും ഇസ്രയേലിലേക്ക് അയച്ചു. മിക്കവാറുമെല്ലാം അമേരിക്കൻ, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, നാറ്റോ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ചേർന്ന് നിർവീര്യമാക്കി. ഇത്രയും ഡ്രോണുകൾ ഇറാൻ അയച്ചതിനു പിന്നിൽ ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 35 ക്രൂയിസ് മിസൈലുകളുടെ ലക്ഷ്യം ഗോലാൻ കുന്നുകളിലെ ഇസ്രയേൽ എയർബേസിലെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനമായിരുന്നു. അതിൽ പഴുതുകൾ ഉണ്ടാക്കാൻ ഇറാന് കഴിയുകയും ചെയ്തു. അതിനുശേഷമാണ് 7 ഷഹാബ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുക്കുന്നത്. അതിൽ 5 എണ്ണം ഇസ്രയേൽ എയർബേസിലും ഇന്റലിജൻസ് ശേഖരണ കേന്ദ്രത്തിലും പതിച്ചു. ഈ കേന്ദ്രത്തിലെ നിരീക്ഷണ സംവിധാനത്തിലൂടെയാണ് സിറിയയിലെ ഇറാൻ എംബസിയിലെ നീക്കങ്ങൾ ഇസ്രയേൽ മനസ്സിലാക്കിയതും ഏപ്രിൽ 1 വ്യോമാക്രമണം നടത്തിയതും. അതേ കേന്ദ്രത്തെ മാത്രം ലക്ഷ്യം വെച്ച് ഇറാൻ മാതൃകാപരമായി പ്രതികാരം തീർത്തു. പ്രതിരോധ രംഗത്തുള്ളവരെ അമ്പരപ്പിച്ച സംഭവമായിരുന്നു ഏപ്രിൽ 13 ഇറാൻ ആക്രമണം. കടുത്ത സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഇറാൻ യുദ്ധം ഒഴിവാക്കുകയാണ് അന്ന് ചെയ്തത്. 72 മണിക്കൂർ മുൻകൂട്ടി അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രതീകാത്മക നടപടിയാക്കുന്നതിൽ CIA ഡയറക്ടർ വില്യം ബേൺ അടക്കമുള്ളവരുടെ ഇടപെടൽ ഫലം കണ്ടു. ഇറാൻ നേർക്കുനേരെ പ്രതികരിച്ച ആ സംഭവത്തിൽ ഇറാന്റെ പ്രോക്സി സഖ്യങ്ങളെ ആരെയും പങ്കെടുപ്പിച്ചില്ല. എന്നാൽ ഈ വാർത്തകൾ ലോകം വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. ഇനിയും ഒരു പോരാട്ടമുണ്ടായാൽ അത് ഏപ്രിൽ 13 പോലെ ആവില്ല എന്നുറപ്പാണ്. അതിലേക്കുള്ള കോപ്പുകൂട്ടലാണ് ഹനിയയെ ഹീനമായി വധിക്കുന്നതിലൂടെ നെതന്യാഹു ചെയ്തിരിക്കുന്നത്. ജൂലൈ അവസാന വാരം അമേരിക്ക സന്ദർശിക്കുകയും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് എന്നിവരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ഏജൻസികളെയും സന്ദർശിച്ച് മടങ്ങിയ ശേഷം നടന്ന സൈനിക നീക്കങ്ങളും ഒരുക്കങ്ങളും ഇസ്രായേലിന്റെ ഇരുണ്ട മുഖം വെളിവാക്കുന്നതാണ്. ജൂലൈ 20 ഹൂത്തികളുടെ കൈവശമുള്ള യമനിലെ ഹുദൈദ തുറമുഖം നിശ്ശേഷം നശിപ്പിച്ചത്. ജൂലൈ 27 ഗോലാൻ കുന്നുകളിലെ മജ്ദെ ഷംസ് പട്ടണത്തിൽ കളിച്ചുകൊണ്ടിരുന്ന 12 കുട്ടികൾ കൊല്ലപ്പെടാനിടയായ മിസൈൽ പതിച്ചത്. ഇതിന്റെ പ്രതികാരമെന്നോണമാണ് ബൈറൂത്ത് ആക്രമിക്കുകയും ഹിസ്ബുള്ളയുടെ കമാൻഡർ ഫുആദ് ഷുക്ർ കൊല്ലപ്പെടുകയും ചെയ്തത്. ഷുക്റും ഹനിയയും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് കൊല്ലപ്പെടുന്നത്. ഒരാൾ ലെബനാനിലും മറ്റേയാൾ ഇറാനിലും. ഇതിൽ കൃത്യമായ ചില സന്ദേശങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സിറിയൻ സമൂഹത്തിലെ ഡ്രൂസ് സമുദായത്തിൽപ്പെട്ട കുട്ടികളാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. കളിസ്ഥലത്തു നിന്നും കണ്ടെടുക്കപ്പെട്ടതിൽ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള അയച്ച മിസൈൽ അയൺ ഡോമിൽ നിന്നും വിട്ട മിസൈൽ വേദ സംവിധാനം കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടിന് മുകളിൽ വെച്ച് ബോധപൂർവം നശിപ്പിച്ചതാകാം. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ തന്നെ നേരിട്ടുള്ള ആക്രമണമാവാം. ഇസ്രയേലിന്റെ നീക്കങ്ങൾ വിലയിരുത്തുമ്പോൾ നെതന്യാഹു ചില നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ പൂർത്തിയാക്കുവാനുള്ള നടപടികളിലേക്ക് തിടുക്കത്തിൽ കടന്നിട്ടുണ്ട് എന്നനുമാനിക്കാം. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് അദ്ദേഹവും ഇസ്രായേൽ പ്രമുഖരും പ്രതികരിച്ചിരുന്നത് ലോകം ഓർക്കുമല്ലോ. ഗാസ വിജനമാക്കും, സമ്പൂർണമായി തകർക്കും, അമാലിയാക്കളെ കൊന്നൊടുക്കിയതുപോലെ കൊന്നൊടുക്കും എന്നൊക്കെയായിരുന്നു ആ പ്രസ്താവനകൾ.
അതെല്ലാം സൂചിപ്പിക്കുന്നത് ഫലസ്തീൻ വംശഹത്യയിലേക്കാണ്. മുഴുവൻ ഫലസ്തീനും ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയുടെ ഭാഗമാണ്. ഇറാനിൽ മിതവാദി മസൂദ് പെഷസ്കിയാണ് പ്രസിഡന്റായത്. ഇത് ഇസ്രായേൽ പേടിക്കുന്നുണ്ട്. യൂറോപ്പും അമേരിക്കയും ഇറാനുമായി സമാധാനത്തിൽ വർത്തിച്ചാൽ ഇസ്രായേലിന്റെ നീക്കങ്ങൾ വിജയിക്കില്ല. അതുകൊണ്ട് ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയും അമേരിക്കയും നേറ്റോ സഖ്യവും പങ്കാളികളാവുകയും വേണം. ഗ്രേറ്റർ ഇസ്രായേൽ സാധ്യമാക്കുവാനുള്ള ഏക വഴിയാണ് സമ്പൂർണ്ണ യുദ്ധം. ലക്ഷക്കണക്കിന് മനുഷ്യക്കുരുതി നടന്നാലും തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്ന മനുഷ്യത്വരഹിതമായ ഉൾവിളിയിൽ നിന്നാണ് ഈ അപക്വ നീക്കങ്ങളൊക്കെയും. ഗസയുടെ 4/5 ഭാഗവും ഇസ്രായേൽ കീഴടക്കി. 90% ഭവനങ്ങളും തകർത്തു. സ്കൂൾ, ഹോസ്പിറ്റൽ, വ്യാപാര സമുച്ചയങ്ങൾ എല്ലാം കോൺക്രീറ്റ് കൂനകളായി. ഗസ എന്ന പട്ടണമേ ഇല്ലാതെയായി. 2 മില്യൺ ജനത ഭവനരഹിതരും അഭയാർത്ഥികളും പട്ടിണിക്കാരും നിത്യരോഗികളും അംഗഭംഗം സംഭവിച്ചവരുമായി. 40,000-ൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടു. ഇതിൽ 70% സ്ത്രീകളും കുട്ടികളുമാണ്. 17,000 കുട്ടികൾ. അതിൽ തന്നെ 2 വയസ്സിന് താഴെയുള്ള 2,100 കുട്ടികൾ. ഇനി ലക്ഷ്യം തെക്കൻ ലബനാൻ കീഴടക്കലാണ്. സിറിയയുടെ ഗോലാൻ കുന്നുകളും പടിഞ്ഞാറേ കരയും അവരുടെ നിയന്ത്രണത്തിലാണ്. ഗസയുടെ തീരത്ത് എണ്ണ നിക്ഷേപം വെളിവായതും ബെൻഗൂറിയൻ കനാൽ നിർമ്മിക്കുവാനുള്ള ലോകത്തെ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതിയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചവയാണ്. ബ്രിട്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിന് സമാനമായ താവളം ഗസയിൽ വരികയാണ്. ജൂത കുടിയേറ്റ പ്രദേശങ്ങളുടെ നിർമ്മാണം ഗസയിലും ആരംഭിച്ചു. ഒക്ടോബർ 7-ന് 2 ആഴ്ച മുമ്പ്, അഥവാ സെപ്റ്റംബർ 22-ന് നെതന്യാഹു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പുതിയ മധ്യേഷ്യയെക്കുറിച്ച് പുതിയ മധ്യേഷ്യയുടെ മാപ്പ് പ്രദർശിപ്പിച്ചുകൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗം ചെയ്തിരുന്നു. ആ മാപ്പിൽ ഫലസ്തീൻ എന്ന പ്രദേശമേ ഉണ്ടായിരുന്നില്ല എന്നു മാത്രമല്ല, അറബ് രാഷ്ട്രങ്ങളുമായുള്ള അബ്രഹാം കരാറിനെക്കുറിച്ചുള്ള സന്തോഷ വാർത്തകളും ഇറാനെക്കുറിച്ചുള്ള ദുർവാർത്തകളും പറഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞയാഴ്ച അമേരിക്കൻ പാർലമെന്റിൽ സംസാരിച്ചപ്പോഴും ഇതൊക്കെയാണ് ആവർത്തിച്ചത്. അറബ് ലോകത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മധ്യേഷ്യൻ നാറ്റോ രൂപീകരിക്കുന്നതിനെക്കുറിച്ചും വാചാലനായി. ചുരുക്കത്തിൽ, ഒരു മഹായുദ്ധം മനുഷ്യ പ്രതീക്ഷകൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ലോകത്തിന്റെ ഏതു കോണിലേക്കും ദുഃഖത്തിന്റെ കൂരമ്പുകൾ പായിക്കാൻ സയണിസം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആരുണ്ട് പിന്തിരിപ്പിക്കാൻ?